ഈ ഒരു ചോദ്യത്തിന് കേരളത്തിൽ ഇതുവരെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. രേണു അല്ലാതെ മറ്റാര്? കഴിഞ്ഞ 1.5 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് നെഗറ്റീവ് പബ്ലിസിറ്റിയോട് കൂടി അടിച്ചടിച്ച് മുന്നേറി ഇപ്പൊ എങ്ങോട്ട് പോകാനെന്നറിയാതെ ഒരു കൊക്കയുടെ വക്കത്ത് വന്ന് നിൽക്കുന്നതായിട്ട് നിലവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേന് രേണു അല്ലാതെ മറ്റാര്? അങ്ങനെ ഒരു ചോദ്യത്തിന് നിലവിൽ പ്രസക്തിയില്ല, അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരവുമില്ല. അപ്പൊ ഇന്നേ ദിവസം രാവിലെ പുള്ളിക്കാരി ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വന്തം മകനുമായിട്ടുള്ള റീല്. ആ റീലിന്റെ താഴെ വന്ന കമന്റുകളും അല്ലെങ്കിൽ ആ റീല് കാണുന്ന ജനങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ജീവിതം എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലേക്ക് വന്ന് നിൽക്കുമ്പം ഇനി എങ്ങോട്ടെന്നറിയാതെ നിക്കക്കള്ളിയില്ലാതെ നിൽക്കുമ്പോഴും കള്ളത്തരങ്ങളെല്ലാം ജനങ്ങൾ പൊക്കുന്ന ഒരു സമയത്തും ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ കയ്യിൽ ചെറിയൊരു സോഫ്റ്റ് കോർണർ പിടിച്ചു പറ്റണമെന്നുണ്ടെങ്കിൽ മരിച്ചുപോയ ഭർത്താവിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു അമ്മ സ്നേഹം, അമ്മ പാസം വീണ്ടും ജനങ്ങളെ തരും. പിന്നെ അതിൽ പിടിച്ച് കയറി എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിന്റെയൊക്കെ തന്തയ്ക്ക് ഞാൻ വിളിക്കൂടാ എന്ന് പറയുന്ന രീതിയിലേക്ക് വീണ്ടും കറങ്ങി അടിച്ച് തിരിഞ്ഞു വരാനായിട്ട് പറ്റും. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ചരിത്രത്തിലാദ്യമായോ അല്ലെങ്കിൽ രേണുവിന്റെ സോഷ്യൽ മീഡിയ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇത്രയധികം ദിവസം വളരെ വലിയൊരു ഡൗൺ ആവുകയും പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു കോണ്ടന്റ് പോലും ഒരാൾക്ക് പോലും കൊടുക്കാനായിട്ട് സാധിക്കാത്ത വരുന്നത്. ചിലപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും, എന്ത് പറ്റിയെന്നൊരു പിടുത്തവും ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രാഥമിക കർമ്മം ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യത്തിനും സോഷ്യൽ മീഡിയയിലുള്ള മറ്റ് ഓൺലൈൻ ക്യാമറകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ജീവിതത്തിന്റെ പ്രതിസന്ധി വളരെ വലുതായിട്ട് ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഷബീന ബീബിയുടെ ചാനലിൽ വന്നിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ചാറ്റിനകത്ത് എന്തോ വ്യക്തമായ കാര്യങ്ങളുണ്ട്. ഇനി അതിനെപ്പറ്റി വല്ലതും തുറന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം അവർ അയച്ചിട്ടുള്ള വല്ല കാര്യങ്ങളോ വല്ല ഫോട്ടോസോ ഒക്കെ എടുത്ത് അവർ പുറത്തിടുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒതുങ്ങി ബാക്കിലോട്ട് പോകുന്നത്. വേണമെങ്കിൽ രേണുവിന് പറയാം, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ്. അങ്ങനെങ്കിലും കുതിച്ചൊന്ന് പോയാൽ മതിയായിരുന്നു, ഇതിന്റെ മേളിൽ കൂടെ കാണാം. അങ്ങനെ കണ്ടായിരുന്നു, നമുക്ക് അങ്ങനെങ്കിലും പറയായിരുന്നു. അങ്ങനെ ഇന്നേ ദിവസം ചേച്ചി ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നോക്കി നിങ്ങൾ. അങ്ങനെ ഞാനല്ലാതെ വേറെ ആരും ഇല്ല. ഇത് അങ്ങനെ ഒരു കമന്റ്, ഒരു വീഡിയോ ചേച്ചി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുകയും അതിന്റെ താഴെ വന്ന കമന്റ് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ചെക്കനെ വെച്ച് മാർക്കറ്റിംഗ് ആണോ? ഇത് ജനങ്ങൾക്ക് തോന്നുന്ന സാധാ കമന്റ് തന്നെ. അപ്പൊ തന്നെ ചേച്ചി അതിന് കൃത്യമായിട്ടുള്ള മറുപടി ആടാന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തത്, അവൻ ആക്റ്റീവായ മോനായിരുന്നു, എന്താ ഒരു വിഷമം പോലെ തോന്നുന്നു. അവൻ ആക്റ്റീവായ മോനായിരുന്നു, എന്താ ഒരു വിഷമം? അറിയത്തില്ല മക്കളെ, നമുക്കറിയത്തില്ല. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ സമാധാനം. ആ കമന്റ് പിന്നെ സ്ഥിരമായിട്ട് വരുന്നൊരു കമന്റ്. അപ്പൊ അതിന് ചേച്ചി സത്യസന്ധമായ ഒരു ആൻസർ കൊടുത്തിരിക്കുന്നു. അതേല്ലോ, എല്ലാം ഏട്ടനും വേണ്ടി മാത്രമാ. അതാണ് എല്ലാം എല്ലാവർക്കും വേണ്ടി മാത്രമാ. എല്ലാവർക്കും എല്ലാം കിട്ടട്ടെ എല്ലാവർക്കും എക്സ്ക്ലൂസീവ് വഴി എല്ലാം കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അടുത്തത്, കിച്ചു വന്നപ്പോഴാണ് ആ കുഞ്ഞിന്റെ മുഖം തെളിഞ്ഞത്. എന്ത് സന്തോഷമായിരുന്നു. അത് ഒരു തരത്തിൽ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കിച്ചുവിന്റെ കൂടെ വണ്ടിയിൽ കയറി കുറച്ച് കറങ്ങിയതിന് ശേഷം ഒരു ഡേ ഫുള്ള് അവന്റെ കൂടെ ആകാമെന്ന് തീരുമാനിച്ച സമയം മുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരാളെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അടുത്തത്, ഇങ്ങനെയെങ്കിലും ആ കൊച്ചിനെ അടുത്തിരുത്തുന്നുണ്ടല്ലോ ധാരാളം. അത് വളരെ വലിയൊരു കമന്റ് ആണ്. കാരണം രേണുവിനെ അല്ലാത്ത രേണുവിന്റെ പ്രൈം സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഇന്നൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഷോട്ടുകൾ കാരണം ഓടി അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയല്ലേ, അങ്ങനെ പറയുമ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവട്ടെ. അത് തന്നെ വളരെ വലിയൊരു കാര്യം. കൊച്ചിന്റെ സ്നേഹമാണ് കാണിക്കുന്ന എന്തോരം പാടല്ലേ, കൊച്ചിനോട് സ്നേഹമാണെന്ന് കാണിക്കാൻ എന്തോരം പാടല്ലേ, കൊച്ചിനെ ഞെക്കി പിടിച്ച് ക്യാമറയെ നോക്കി. പാവം, അയ്യോ ശരിയാ, എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ, കൊച്ചിനെ ഞെക്കി പിടിച്ചേക്കുന്നതൊക്കെ തോന്നി. എന്നാലും കുഴപ്പമൊന്നുമില്ലേണു. വെറുതെ ആൾക്കാരെ ബോധ്യപ്പെടുത്തും. ഇവളെ കുറിച്ച് മോശം വന്നാൽ അവളുടെ സ്ഥിരം പരിപാടിയാണ്, ഒന്നെങ്കിൽ കൊച്ചിനെ കാണിക്കുന്നു, ഇല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ ഫോട്ടോ കാണിക്കും. അലവലാതി മോള്. ജെനുവിനായിട്ടുള്ള കാര്യം കേട്ടോ. ഇതത് രേണുവിനെ വ്യക്തമായി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് ഇത്ര വ്യക്തമായിട്ട് ഇത്ര വ്യക്തീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ തിരിച്ചു നേരെ രേണുവിന്റെ എക്സ്ക്ലൂസീവിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേച്ചി കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിനകത്തുള്ള മെയിൻ ഘടകങ്ങൾ. അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ മാറ്റി നോക്കുമ്പോഴത്തേന് എല്ലാത്തിലും ഒരു ആക്റ്റീവ്നെസ് നമുക്ക് കാണാൻ സാധിക്കും. ഗുഡ് മോർണിംഗ്. പിന്നെ ഇങ്ങനെ മാറി വരുമ്പോൾ മൈ ലെഗ് ലവേഴ്സിന് വേണ്ടി. വാവ്, ലെഗ് ലവേഴ്സ് നീ ആരാടാ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളവരുത് ഈ നിമിഷം തന്നെ എൻ്റെ വീഡിയോക്ക് തരാം ഹൈപ്പ് കൊടുത്തേക്കണം. നീയാണോ ലെഗ് ലവർ? എടാ, ഈ വീഡിയോ കാണുന്നത് നീയാണോ ലെഗ് ലവർ? അതോ നീയാണോടി ലെഗ് ലവർ? മനസ്സിലാവുന്നുണ്ട് കേട്ടോ, അടങ്ങിക്കോ.
പിന്നെ നിരവധി കാര്യങ്ങളായിരിക്കും ചേച്ചി ജനങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അത് നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അല്പം ഫോട്ടോ അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എക്സ്ക്ലൂസീവ് ആർക്ക് എന്തെങ്കിലുമൊക്കെ ജ്യൂസ് എങ്കിലും വേണ്ടേ ചേച്ചിയുടെ വക? അയ്യോ, ആദ്യമായിട്ടാ തീരുന്നതിന് മുമ്പ് സ്ട്രോയിഡ് അടിയിൽ നിന്ന് വാരി കുടിക്കുന്ന കാണുന്നത്. വീണ്ടും അത് കുത്തിയെടുക്കുന്നു. ഇത് എന്തോന്നറിയ ഇത്? കുത്തിയെടുക്കുന്നു, അടിയിൽ നിന്ന് കുടിക്കുന്നു, കുത്തിയെടുക്കുന്നു, അടിയിൽ നിന്ന് കുടിക്കുന്നു. ജ്യൂസ് തന്നെ. നമ്മളൊന്നും ഇതുവരെ ഷേക്ക് കഴിച്ചിട്ട് ഓക്കാലം വെച്ചിട്ടില്ല. ദൈവമേ, നമ്മള് പെണ്ണുങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരാരും ഇങ്ങനെ ജ്യൂസ് കഴിച്ചിട്ട് ഓക്കാലം വെക്കുന്നത് കണ്ടിട്ടില്ല. എന്തൊക്കെയോ ഉണ്ട്, എനിക്കറിയാൻ വയ്യ. മനസ്സിൽ ഓരോ ദുശ്ചിന്ത കയറി വന്നു കഴിഞ്ഞാൽ ഓക്കാനമല്ല, വ്യാഖ്യാനം വലുതായി പോകും ചിലപ്പം. അയ്യോ, ഇത് നമുക്കുള്ളതല്ല, ഇത് എക്സ്ക്ലൂസീവാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ചേച്ചി വളരെ വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ, എനിക്കറിയാൻ വയ്യ. ഇത് മറ്റേ DJ നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഇത് ഇന്ത്യയിലുള്ള ചേച്ചിയുടെ പരിജ്ഞാനമല്ല, ഇത് ഇന്ത്യക്ക് പുറത്ത് ചേച്ചി പോയപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ചെറിയ ഭാഗങ്ങളാണ് നമ്മൾ അടർത്തിയെടുത്ത്. അത് ഇരുന്ന് കളിക്കുന്ന രേണുവിനെയാണ് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇത്തവണ അവതരിപ്പിച്ച് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ട് നീട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ കിടന്നുകൊണ്ട് റീലിടുന്ന രേണുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ എങ്ങനെയൊക്കെ റീലിടാമോ, എങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കാമോ, എങ്ങനെയൊക്കെ എക്സ്ക്ലൂസീവ് അടിക്കാമോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം മുന്നിൽ നിൽക്കാനും അത് കറക്റ്റായ രീതിയിൽ കാണിക്കാനും രേണുവിനെ കഴിഞ്ഞേ മറ്റൊരാളുള്ളൂ. ആ ഒരു നഗ്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. അടുത്തത് ഇതാണ് ഫ്രോക്കിട്ട രേണു. ഫ്രോക്കിട്ട രേണുവിൻ്റെ നെഞ്ചത്ത് എന്താണ് ഇരിക്കുന്നത്? ബൊക്കയോ ഹാരവോ? അതെന്തായാലും കൊള്ളാം. നല്ല നല്ല അടിപൊളി കോസ്റ്റ്യൂം ആയിട്ടുണ്ട്. അതാരാണ് ഡിസൈൻ ചെയ്തതെങ്കിലും അവനൊരു കുതിരപ്പവനെങ്കിലും ഇത്തവണ നമ്മൾ കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു. അത്ര അതിഗംഭീരമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കഴുത്തിൽ എന്താണ് ഓച്ചറ ഉത്സവത്തിന് കാണുന്ന മറ്റു സാധനം കണക്കിരിക്കുന്നല്ലോ. അല്ല, അതേതോ കമ്മലാണെന്നാണ് സുഹൃത്തുക്കളെ പറയുന്നത്. അടുത്തത് ഇത് എക്സ്ക്ലൂസീവിൽ ചേച്ചി മാത്രമായിട്ട് കൊടുത്തിട്ടൊരു സാധനം. എക്സ്ക്ലൂസീവ് കാർക്ക് പുലരികളായി പുൻതൂവൽ എല്ലാം ഉണ്ട് കേട്ടോ. ചേച്ചിയുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള പുതിയ ഐറ്റംസും ചേച്ചി കൃത്യമായിട്ട് ഇറക്കി വിടുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ പഴയ കാര്യങ്ങളും എടുത്ത് കാണിക്കാറുണ്ട് കേട്ടോ. പുതിയത് മാത്രമല്ല കാണിക്കുന്നത്. വീണ്ടും അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ നമുക്ക് സാരിക പറഞ്ഞിട്ടുള്ള കാര്യം കൂടെ നമുക്ക് ഉൾപ്പെടുത്തി കൊടുത്തു നോക്കാം. സാരിക പറഞ്ഞിട്ടുണ്ടല്ലോ എന്തോ ഡ്രസ്സിന്റെ പകുതി കാണിക്കാനും ക്ലീവേജ് കാണിക്കാനും സ്ലീവ്ലെസ് ഇടാനും നൈസ് ഡ്രസ് ഇടാനും നടക്കുന്ന വൾഗാരിറ്റി കാണിക്കുന്നു. എന്തൊക്കെ പറയുന്നു, പല ആൾക്കാർ കാണിക്കുന്നു. നിങ്ങൾ എന്താണ് രേണുവിന്റെ മാത്രം കാണുന്നില്ലേ? അപ്പൊ അതിലൊരു തെറ്റുള്ളത് കൊണ്ടാണല്ലോ മറ്റുള്ളവർ കാണിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ലേ എന്ന് സാരിക ചോദിക്കുന്നത്. അപ്പൊ സാരിക അത് ചോദിക്കുന്നതിന്റെ കൂടെ തന്നെ ഇതും കൂടെ എന്തിനാണ് സ്വന്തം കൂട്ടുകാരി ആയതുകൊണ്ട് ചോദിക്കണം. ഇത് ചോദിക്കണമെന്ന് ഞാൻ പറയത്തില്ല, നീ അത്തരത്തിലൊരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നീ ഇതും കൂടെ ഒന്ന് ചോദിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നാണക്കേടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു സൈഡിൽ കൂടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുകയും മറു സൈഡിൽ കൂടെ പാസം എന്താണെന്നുള്ളത് എടുത്തു കാണിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡറിനെതിരെയാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് രേണു സുധിയുടെ വീഡിയോസ് പല വ്യക്തികളും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം അവർ ഡിവോഴ്സി ആയിട്ട് അവർ അവരുടേതായ രീതി നോക്കി എക്സ്ക്ലൂസീവ് മറ്റേതും അടിച്ചിട്ട് ഈ കാര്യങ്ങളിൽ ഇതൊന്നും സംസാരിക്കാതെ എടുക്കാതെ അവരുടെ ജീവിതം നോക്കി ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആരും എടുത്തു വെച്ച് ഇതിനെപ്പറ്റി ഒരു വ്യാഖ്യാനങ്ങളും ഉണ്ടാക്കത്തില്ല, വ്യാഖ്യാനിച്ച് സംസാരിക്കത്തുമില്ല, അവർ ജീവിതത്തിന്റെ പുറകെ പോത്തുമില്ല, അവരാരുമായിട്ട് ചാറ്റ് ചെയ്ത് നോക്കത്തില്ല, അവരുടെ ചാറ്റിന് സ്ക്രീൻഷോട്ട് ആരും കൊണ്ടുവരത്തില്ല, അവരയച്ചു കൊടുക്കുന്ന ഫോട്ടോ പോലും ആരും പൊക്കി എടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കത്തില്ല. കാരണം ഇത് ഈ നാട്ടിലെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ പോലെ പല രീതിയിൽ പല കാര്യങ്ങൾ എടുത്തു വെച്ച് പറയുകയും ചെയ്യുകയും കാണിക്കുകയും ഫോളോ ചെയ്യുന്ന ആൾക്കാരെ, നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെ വരെ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അവർ അന്തയ്ക്ക് വിളിക്കാനായിട്ട് നിൽക്കുന്ന ഒരു പ്രവണത കാണിക്കുമ്പോഴത്തേന് ഇതുപോലെ ഞങ്ങൾ വീണ്ടും എടുത്ത് പുറകെ കൊണ്ടുവരും, എടുത്തിട്ട് കൊടുക്കും. അത് തന്നെയാണ് രേണുവിൻ്റെ കാര്യം നടന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വലുതായിട്ട് കോണ്ടന്റുകളൊന്നും ഇല്ല. രേണു ഒരു സൈഡിലേക്ക് അടഞ്ഞു മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തം മകൻ്റെ ഒരു ആയിട്ടൊരു റീൽ അമ്മ സ്നേഹം പാസം ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കാണിക്കുമ്പം ഇതുവരെ ജനങ്ങളൊന്നും ഇതുപോലുള്ള പാസങ്ങളും കാര്യങ്ങളും സ്നേഹങ്ങളും ഒന്നും രേണുവിൻ്റെ പ്രൊഫൈലിൽ രേണുവിനെ കുറിച്ച് കണ്ടിട്ടില്ല.
രേണു ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ക്യാമറകൾ മുന്നിലേക്ക് വരുമ്പോഴായിരിക്കും സ്വന്തം മകനെ ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ കാണുന്നത്. അവസാനമായിട്ട് എയർപോർട്ടിൽ വന്ന സമയത്ത് ഗെയിം കളിക്കാൻ പോലും വിധിപ്പിക്കൊണ്ടിരിക്കുന്ന ചെറുക്കനെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ പോലും രേണു എങ്ങനെയെങ്കിലും ഒരു നിക്കക്കള്ളി ഇല്ലാതെ മോൻ എത്ര നേരം വിഷമിച്ചിരുന്നതെന്നുള്ള പല കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ കണ്ട ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അവിടെ മോൻ വിഷമിച്ചിരുന്നല്ല, മോൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാന്ന് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടികൾ ഇരിക്കുമ്പോഴത്തേന് രേണു ഇതുപോലെ വന്ന് നിന്ന് കാണിക്കാൻ പറയുകയൊക്കെ ചെയ്തതാണ്. അല്ലാതെ പുതിയതായിട്ട് സംഭവങ്ങളൊന്നും രേണുവിൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. ഇനി ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം കറങ്ങി നെഗറ്റീവ് ആവുമോ എന്നുള്ളൊരു പേടിയുമുണ്ട്. അല്ലെങ്കിൽ രേണുവിൻ്റെ സോഷ്യൽ മീഡിയ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു രേണുവിനെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഒരു കോണ്ടന്റ് പോലും ജനങ്ങൾക്ക് കൊടുക്കാതെ, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും 1, 2, 3, 4 കണ്ടന്റ് വെച്ച് കൊടുക്കാനായിട്ട് നിൽക്കുന്ന രേണുവാണേ. ഒന്ന് ആലോചിച്ചു നോക്കെ, ഒരു മനുഷ്യനങ്ങ് മാറിയതേ. എനിക്ക് തോന്നുന്നു ഷബീന ബീബി ഇവരെ മാറ്റിയതാണോ എന്ന് എനിക്ക് തോന്നുന്നു. നിക്കക്കള്ളി ഇല്ലാതെ മാറ്റിയതാ, മനസ്സിലായിട്ടുണ്ട് കേട്ടോ.